പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന വീഡിയോ സാരി ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസ് വെട്ടുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മെയിൻ ഡാട്ടിൻ്റെ ഭാഗവും പിന്നെ ബാക്ക് പീസിൽ നിന്ന് എത്ര ഇഞ്ച് വ്യത്യാസം വരുത്തി നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടണം. അതുകൂടാതെ ബെൽറ്റിൻ്റെ അളവിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം, ഫ്രണ്ട് പീസ് വെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ഡാട്ടിൻ്റെയും കൈക്കുഴിയിൽ നിന്ന് വരുന്ന ഡാട്ടിൻ്റെയും സെൻട്രൽ ഡാട്ടിൻ്റെയും കണക്കുകളൊക്കെ എങ്ങനെയാണ് നമ്മൾ തിട്ടപ്പെടുത്തിയെടുക്കുന്നതെന്നും പിന്നെ കൈക്കുഴിയൊക്കെ നമ്മൾ ഫ്രണ്ട് കുഴിച്ച് വെട്ടുമ്പോൾ എത്രത്തോളം ശ്രദ്ധിക്കണമെന്നും അങ്ങനെ ഫ്രണ്ട് പീസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാം ഇത് കാണുന്നവരാണെങ്കിൽ ശരി, ക്ലാസ് പിന്തുടർന്ന് കാണുന്നവർ ബുക്കിൽ എഴുതിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്ക് പീസ് നമ്മൾ വെട്ടിക്കഴിഞ്ഞ് എപ്പോഴും സാധാരണ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 38 സൈസിൻ്റെ ഒരു ഫ്രണ്ട് പീസാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ബാക്ക് പീസ് നമ്മൾ വെട്ടിക്കഴിഞ്ഞിട്ട് ഫ്രണ്ട് എപ്പോഴും ആദ്യപടിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ്. നമ്മൾ ബാക്ക് പീസിൽ നിന്നും എപ്പോഴും ഫ്രണ്ട് പീസ് വെട്ടുമ്പോൾ 1.5 ഇഞ്ച് താത്ത് വെട്ടണം. നിങ്ങൾ 36 വീതിയിലായിരിക്കും ഇതിട്ട് വെട്ടുന്നത്. ആ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് 1.5 ഇഞ്ച് ഈ തുമ്പിൽ നിന്നും ഫ്രണ്ട് പീസ് കുഴിച്ച് വെട്ടണം. ബാക്കി പീസിൽ നിന്നും കുഴിച്ച് വെട്ടുകയില്ല, 1.5 ഇഞ്ച് താത്തി വെട്ടണം. അത് പ്രത്യേകം ഈ 1.5 ഇഞ്ച് എന്നുള്ള കണക്ക് ഒരു കാരണവശാലും മറന്നു പോകില്ല. ഇത് ഫ്രണ്ടും ബാക്ക് പീസ് വരച്ചിട്ട് ബുക്കിൽ ഈ 1.5 ഇഞ്ച് എന്നുള്ള കാര്യം മറക്കാതെ എഴുതിയിടണം. ഇത് സ്ട്രേറ്റായിട്ട് ഇങ്ങനെ തന്നെ വരയ്ക്കും. ഇപ്പം നിങ്ങൾക്ക് തുണി ഇത് 36 വീതിയാണ്, ചിലപ്പം ഒരു പക്ഷേ കറക്റ്റേ കാണുള്ളൂ. അങ്ങനെയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ഇടണം. ഞാനിപ്പം ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും കയറ്റി വരയ്ക്കുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് നമ്മൾ ഇവിടുന്ന് താക്കും. ആ കാര്യം മറന്നു പോവുകയേ ചെയ്യില്ല, അത് കുറിച്ചിടുക. രണ്ടാമത് നമ്മൾ കാണിക്കുന്നത് 4 ഇഞ്ച് ഇതായി ഇവിടുന്ന് തള്ളും. ഈ ഭാഗത്ത് 4 ഇഞ്ച് നിർബന്ധമായിട്ടും തള്ളുന്നൊരു കാര്യമാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഹുക്കിനും അയ്യൊക്കെ വെക്കാനായിട്ട് പടി കൊടുക്കാൻ വേണ്ടി തയ്യൽ തുമ്പിന് വേണ്ടിയാണ് ഇത് തള്ളുന്നത്. ഇത് 4 ഇഞ്ച് തള്ളെങ്കിൽ മാത്രമേ ഒരു കണക്കിന് നമ്മുടെ സെൻറ്റർ വരികയുള്ളൂ. ഈ ബാക്ക് പീസുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ സെൻറ്റർ വരും. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാക്ക് നമ്മൾ 2.5 ഇഞ്ച് ഇല്ല 2.25 ഇഞ്ച് പിന്നെ നെക്കിന് വൈഡ് കൊടുത്താൽ അതിൽ നിന്നും എപ്പോഴും 4 ഇഞ്ച് കൂടുതൽ ഇവിടെ നിൽക്കാവുള്ളൂ. എപ്പോഴും ബാക്കി ഇപ്പോൾ 2.5 കൊടുത്തെങ്കിൽ ഇവിടെ നമുക്ക് 2.25 ഈ വരെ കഴിഞ്ഞ് വേണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളിവിടെ തയ്യൽ തുമ്പ് പിടിച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഈ യൂനക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് പീസ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ആദ്യം ഈ ഷോൾഡറിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു മാർക്ക് കൊടുക്കണം. സ്ട്രെയിറ്റ് കട്ടിങ്ങിലാണ് എന്താണ് കാണിച്ചു തരുന്നത്. 5.5 ഇഞ്ചാണെങ്കിൽ 4 ഇഞ്ച് 1/2 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് തള്ളിയിട്ട് വേണം നമ്മൾ. 5 ഇഞ്ചാണ് 4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യണം. 4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തിട്ട് എപ്പോഴും നിങ്ങൾ വെട്ടുമ്പം ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് കട്ടിങ്ങിന് സ്ക്വയർ വരച്ചിട്ടേ വെട്ടാവുള്ളൂ. സ്ക്വയർ വരച്ചിട്ട് വെട്ടുമ്പം കൃത്യമായി തന്നെ നമ്മളിങ്ങനെ നല്ല റൗണ്ട് കൊടുത്ത് തന്നെ യു വെട്ടണം. മനസ്സിലാവും? ഈ റൗണ്ട് എത്രത്തോളം നമ്മൾ ക്ലിയറായിട്ട് വെട്ടുന്നു അത്രയും ഫിനിഷിങ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മളത് തയ്ക്കുമ്പോഴും ക്രോസ് പീസ് കൃത്യമായി തന്നെ ക്രോസ് വെച്ച് തയ്ക്കാൻ തന്നെ ഫ്രണ്ട് പീസ് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വെട്ടുമ്പോൾ അത് തയ്ച്ച് കഴിഞ്ഞിട്ട് ഇടുമ്പോൾ യൂനക്ക് പോലെ ആയിപ്പോൾ. ആ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ 1.5 ഇഞ്ചിൻ്റെ ഭാഗവും ഈ ഇവിടുന്ന് ബാക്ക് പീസിൽ നിന്ന് 4 ഇഞ്ച് വെക്കുന്ന ഭാഗവും ബുക്കിൽ അതുപോലെ തന്നെ എഴുതിയിടുന്നു. മൂന്നാമത് നമ്മൾ സ്ക്വയർ വരച്ച് കഴിഞ്ഞിട്ട് എപ്പോഴും സ്ക്വയർ വരയ്ക്കണം. ഒരു ഉദ്ദേശത്തിൽ നമ്മൾ ഇട്ടെങ്കിൽ എല്ലാവർക്കും അത് ക്ലിയറായിട്ട് വരണമെന്നില്ല. എപ്പോഴും സ്ക്വയർ വരച്ചിട്ട് ആ സ്ക്വയറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ യു വെട്ടുമ്പോൾ നല്ലപോലെ യു ചോക്കിന് തന്നെ വരച്ച് കൊടുത്തിട്ട് വെട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നാലാമത്തുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ഡാട്ടിൻ്റെ വിത്ത് നമുക്ക് നോക്കണം എത്രത്. അപ്പം അത് വരുന്നത് ചെസ്റ്റും ബ്രസ്റ്റുമായിട്ടുള്ള വ്യത്യാസം നോക്കിയിട്ട് വേണം നമ്മൾ തീർച്ചയായിട്ടും ഇവിടുന്ന് ഫ്രണ്ടിന് ലൂസ് കൊടുക്കാൻ. എത്രത്തോളം വ്യത്യാസം വരുമെന്ന് തീർച്ചയായിട്ടും നിങ്ങളത് നോക്കണം. അപ്പം അത് വ്യത്യാസം വരുമ്പോൾ നോർമലി നമ്മൾ 3 ഇഞ്ചാണ് കണക്ക് കൂട്ടുന്നതെങ്കിൽ നമ്മൾക്ക് എത്രത്തോളം വ്യത്യാസമുണ്ടോ അത് തമ്മിലുള്ള വ്യത്യാസത്തിന് എത്രയുണ്ടെങ്കിലും അതിൻ്റെ 4/1 കൂടെ ചേർത്ത് വേണം നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ. എപ്പോഴും മാർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം നമ്മൾ ഓർത്ത്, നോർമലി നമ്മൾ 3 ഇഞ്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ചെസ്റ്റും ബ്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം വരുമ്പോൾ ആ വ്യത്യാസത്തിനനുസരിച്ച് അതിൻ്റെ 4/1 കൂട്ടി 1/2 ഇഞ്ച് വെച്ച് നമ്മൾ 3 ആണെങ്കിൽ അത് 2 ഇഞ്ച് വ്യത്യാസമുണ്ട്, 1/2 ഇഞ്ച് ഇവിടെ കൂട്ടി 3.5 മാർക്ക് ചെയ്യണം.
ഇനി 3 ഇഞ്ച് വ്യത്യാസമെങ്കിൽ കാലും കൂടെ ചേർത്ത് 3.25 മാർക്ക് ചെയ്യണം. ഈ വ്യത്യാസം മാർക്ക് കണക്ക് കൂട്ടി ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ കൃത്യമായി ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് മെയിൻ ഡാട്ടിൻ്റെ ഉള്ളു നമുക്ക് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഭാഗം കൊണ്ട് നമുക്ക് ടൈറ്റായി പോകും. അത് പ്രത്യേകം നിങ്ങൾ ഓർത്തോണം. ചെസ്റ്റും ബ്രസ്റ്റും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസമുണ്ട്. അതനുസരിച്ച് 1/2 ഇഞ്ച് ഇവിടെ കൂട്ടിക്കൊടുത്തോണം. അങ്ങനെയാണ് സർവ്വസാധാരണമായിട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടാഴി വരുവാണെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗത്ത് ബെൽറ്റ് പീസിൻ്റെ മേളിൽ നമ്മൾ തള്ളിയിട്ട് വെക്കണം. അതെങ്ങനെ വെട്ടണം? അപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബാക്ക് പീസ് ഇങ്ങനെ തള്ളിയിട്ടിട്ട് ഫ്രണ്ട് പീസ് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യും. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കും. മാർക്ക് ചെയ്തിട്ട് ഈ ഫ്രണ്ട് പീസിൻ്റെ ഈ ഭാഗത്തുനിന്ന് വരും വേണം നമ്മൾ ഇതുപോലെ വെട്ടിക്കൊടുക്കാൻ. 1/2 ഇഞ്ച് ഈ ഭാഗത്ത് നമ്മൾ കൂട്ടിക്കൊടുക്കും. അപ്പോൾ റെയർ മെഷർമെൻറ്റിന് എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം വളരെ പ്രധാനമായ കാര്യമാണ്. ഒരുപക്ഷെ ഞാൻ അതും കൂടെ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ ഭാഗത്ത് തള്ളുന്ന കാര്യം മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ബാക്ക് പീസ് ഇട്ടു. ബാക്ക് പീസ് അങ്ങനെ ഉള്ള ബ്ലൗസ് വെട്ടുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഈ തള്ളി വെട്ടുന്നതനുസരിച്ചുള്ള 1 ഇഞ്ച് ഇവിടെ കൂട്ടി വെച്ചണം. കൂട്ടി വെച്ചിട്ട് കപ്പ് സൈസ് അത്രയും കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ 4 ഇഞ്ച് ഇവിടെ തന്നെ 4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. 1.5 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യുന്നു. ഇവിടെ 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും വെട്ടുന്ന പോലെ തന്നെ ഫ്രണ്ട് നെക്ക് 5.5 ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. 5.5 മാർക്ക് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ കൃത്യമായ കണക്ക്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തുനിന്ന് നമ്മുടെ ബെൽറ്റ് പീസ് വരുന്ന ഭാഗം, അതായത് 4.5 ഇതിങ്ങനെ മാർക്ക് ചെയ്തു. ബെൽറ്റ് പീസ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ട് വരുമ്പോൾ ഫ്രണ്ട് പീസിൻ്റെ ഈ ഒരു ഭാഗത്ത് ബെൽറ്റ് വരുന്നിടത്ത് നമുക്കിതാ ഇങ്ങനെ കൂട്ടിക്കൊടുക്കാം. അതെപ്പോഴും വെട്ടുമ്പോൾ ചെറിയൊരു ഓവലിൽ വേണം അവിടെ കൂട്ടിക്കൊടുക്കാൻ. അതായത് ഡാട്ട് പിടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൊടുക്കും. ഇപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്ത് കപ്പ് സൈസിൻ്റെ ആ ഒരു ഭാഗം ഒതുങ്ങാതെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഡാട്ടിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് കൂടെ കൂട്ടിക്കൊടുത്തിട്ട് സെൻറ്റർ മാർക്ക് ചെയ്യുമ്പം ഈ ഭാഗത്ത് തന്നെ സെൻറ്റർ. ഇപ്പോൾ നമുക്ക് ബോഡി വണ്ണം 40 ആണ്. അതിൻ്റെ 10-1 1/2 ഇഞ്ചും കൂടെ ചേർത്ത് ഇങ്ങനെ 4.5 മാർക്ക് ചെയ്യും. 10-1 1/2 ഇഞ്ച് ചേർത്ത് നമ്മൾ 4.5 മാർക്ക് ചെയ്യും. 4.5 ഇങ്ങനെ മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഡാട്ട് ഇപ്പം നമ്മൾ 3.25 കൊടുക്കുന്നെങ്കിൽ അതിൻ്റെ കൂടെ 1 പോയിൻറ്റും കൂടെ ചേർത്ത് മാർക്ക് ചെയ്യും. ഇവിടെ 1 പോയിൻറ്റും കൂടെ ചേർത്ത് മാർക്ക് ചെയ്യും. അപ്പം ഇതിൻ്റെ ഈ 1/2 ഇഞ്ച് എന്നുള്ള ഉള്ളിൽ ഇങ്ങോട്ട് തന്നെ ഡാട്ട് പിടിക്കുമ്പം കയറിപ്പോകും. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ചുറ്റളവിൽ നമുക്ക് ചിലപ്പോൾ ആ കപ്പ് സൈസ് ഒതുങ്ങി കിട്ടുന്ന ഒരു ഉള്ളു കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഇട്ടു. സർവ്വസാധാരണമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടുന്ന് നമ്മൾ 3.5 ഇഞ്ച് കൊടുത്തു. 3.5 ഇഞ്ച് കൊടുത്ത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടും ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് ഈ ഉള്ളു കിട്ടാതെ വരുന്നതിൻ്റെ ഒരു മാർക്കാണ് പറഞ്ഞു കൊടുത്തത്. നമുക്കിങ്ങനെ വെട്ടി വന്നിട്ട് ഈ സൈഡിലും വേണേൽ നമുക്ക് 1/2 ഇഞ്ച് കൊടുക്കുക. അപ്പോൾ വലിയ ബ്ലൗസുകൾ വെട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയുള്ള മെത്തേഡും കൂടെ ബുക്കിൽ കുറിച്ച് വെക്കണം. അഥവാ കിട്ടാഴിക വന്നാൽ നമുക്ക് ആ ഒരു സൈഡും കൂടെ നമുക്ക് ഇങ്ങനൊരു സൈഡിൽ ഒരു 1/2 ഇഞ്ചും കൂടെ ചേർത്ത് നമുക്ക് ഉപയോഗിച്ചാൽ കുറച്ചും കൂടെ ഫ്രണ്ട് പീസിൽ നമുക്ക് ഡാട്ട് അതിൻ്റെ ഉള്ളിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതും കൂടെ ഒന്ന് ബുക്കിൽ കുറിച്ച് വെക്കുക. വീണ്ടും നമ്മൾ സാധാരണ രീതിയിലേക്ക് വരുന്നു. അത് കുറച്ചും കൂടെ മെഷർമെൻറ്റ് കൂടുതലുള്ള അളവിന് കൊടുക്കേണ്ട ഒരു ഓപ്ഷനാണ്. അത് കാണിച്ച് തന്നെ. രണ്ടാമത് നമ്മൾ സാധാരണ മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ബെൽറ്റ് നമ്മൾ 4.5 ഇഞ്ച് കൊടുക്കുന്നു. 4.5 ഇഞ്ച് കൊടുത്തിട്ട് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? സ്ട്രെയിറ്റ് തന്നെ വരയ്ക്കണം. ഇത് വരച്ച് എപ്പോഴും വെച്ചതിന് ശേഷമുള്ളൂ ബാക്ക് പീസ് ഇവിടുന്ന് എടുക്കാവുള്ളൂ. അത് പ്രത്യേകം ഓർത്തോണം. ബാക്ക് പീസ് ഇവിടുന്ന് എടുക്കാവുള്ളൂ. ഇത് വരച്ച് ഡാട്ടിനൊരു മാർക്കും കൊടുത്തതിന് ശേഷമുള്ളൂ നമ്മൾ എപ്പോഴും
ബാക്ക് പീസ് എടുക്കാവുള്ളൂ. ബാക്ക് പീസ് ഇട്ട് തന്നെ നമ്മൾ ഫ്രണ്ട് പീസ് ഇങ്ങനെ വെട്ടുന്നു. ഇങ്ങനെ തന്നെ വെട്ടി, ഇങ്ങനെ വെട്ടി ഈ 1.5 ഇഞ്ച് തള്ളി വെട്ടിയതും നമ്മൾ കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്തിട്ടാണ് ബാക്ക് പീസ് അങ്ങ് മാറ്റുന്നിട്ട് ഇങ്ങനെ കഴിഞ്ഞിട്ട് നമുക്ക് ബോഡി വണ്ണത്തിൻ്റെ 10-1 എപ്പോഴും 1/2 ഇഞ്ചും കൂടെ ചേർത്ത് നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാം. 40 4.5. ഈ 40 4.5 എന്നുള്ളത് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ഓരോ ബോഡി മെഷർമെൻറ്റിനും നിങ്ങൾ വ്യത്യാസങ്ങൾ വരുത്തണം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇവിടെ നോക്കി 9 ഇഞ്ച് ഇല്ല 8 ഇഞ്ച് 10 ഇഞ്ച് 10 ഇഞ്ച് മാർക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ ഒരു മാർക്ക് കൊടുക്കണം. അത് ബെൽറ്റ് വരെ നമ്മൾ നീളത്തിൽ തന്നെ കൊടുക്കണം. ബെൽറ്റ് ഫുൾ ഇവിടെ വരെ തന്നെ കൊടുത്ത് കട്ട് ചെയ്യാം. എന്നിട്ട് 3/4 ഇഞ്ച് ഇവിടെ ഈ ഭാഗത്ത്, എന്നിട്ടാണ് ആദ്യം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ബെൽറ്റ് മാർക്ക് ചെയ്യുന്നത്. ഇവിടുന്ന് ഇങ്ങനെ ബെൽറ്റ് മാർക്ക് ചെയ്ത് ഇങ്ങനെ വെട്ടുമ്പോൾ ഈ ഒരു മാർക്കിൻ്റെ ഉദ്ദേശം എന്തെന്ന് പറഞ്ഞാൽ ഡാട്ട് നമ്മൾ 1.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്തു. മെയിൻ ഡാട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ പിടിക്കുമ്പോൾ ഈ ഫ്രണ്ടിൻ്റെ സെൻറ്റർ ഈ ഭാഗമാണ്. അപ്പം ബെൽറ്റ് കൊടുക്കുമ്പോൾ കൃത്യം ഈ സെൻറ്ററുമായിട്ട് നമുക്ക് ഒത്തിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബെൽറ്റ് കൊടുക്കുന്നത്. മനസ്സിലായോ? ഇങ്ങനെ ഇരിക്കണം. ബെൽറ്റ് നമ്മൾ കറക്റ്റ് ചെയ്ത് വെട്ടിയിട്ടില്ല, ഞാൻ ഉദ്ദേശം കാണിച്ചാണ്. അപ്പം ഇത് മേളിലോട്ട് കയറി നമ്മൾ ജോയിൻറ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഇത് തമ്മിൽ ഷേപ്പ് വ്യത്യാസം വരുത്തില്ല. അത് പ്രത്യേകം നിങ്ങൾ ഓർത്തോണം. അപ്പം ബെൽറ്റിൻ്റെ സെൻറ്ററും ഇതാണ്, ഫ്രണ്ട് പീസിൻ്റെ സെൻറ്ററും നമുക്കറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു മാർക്ക് കൊടുക്കുന്നത്. അത് പ്രത്യേകം ഓർത്ത് വെക്കുക. ഇനി അതിനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുവാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇടവണ്ണം എത്ര 28 ഈ 3.5 വെച്ച് തന്നെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ 3.5 കൊടുത്തു. നമുക്ക് 28 7 ഇഞ്ച് മതി എന്നുള്ളത് ഇങ്ങനെ 3.5 കൊടുത്തു. ഈ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് വേണമെങ്കിലും ബെൽറ്റ് പീസ് കറക്റ്റ് ചെയ്യാം. ഇവിടെ തയ്യൽ തുമ്പ് കൊടുക്കുക, 1/2 ഇഞ്ച് ഇവിടെ തള്ളി വെട്ടുക. ഇങ്ങനെ വെട്ടിയാലും ബെൽറ്റ് പീസിൻ്റെ സെൻറ്റർ ഒരു കാരണവശാലും മാറത്തില്ല. എന്നിട്ട് എപ്പോഴും നമ്മൾ ഈ ബെൽറ്റ് പീസ് വെട്ടുമ്പോൾ മാക്സിമം ക്രോസിൽ കൊടുക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇപ്പോൾ ബോഡി വണ്ണത്തിൻ്റെ 4/1 നമ്മളിവിടെ കൊടുക്കുന്നതെങ്കിൽ ഈ കൊടുക്കുന്നത് ഇപ്പം 28 4/1 എന്ന് പറയുമ്പോൾ 7 ഇഞ്ച്. ഈ 7 ഇഞ്ചാണ് ഇവിടെ കൊടുക്കുന്നെങ്കിലും നമ്മൾ നല്ല ശരിക്കും ക്രോസിൽ തന്നെ കൊടുത്ത് വെട്ടാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒരു കാരണവശാലും നമ്മൾ സ്ട്രെയിറ്റിൽ വെട്ടുകയും ചെയ്യില്ല. കാരണം നമ്മൾ ഫ്രണ്ട് പീസുമായിട്ട് ജോയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ലൂസ് കിട്ടണം. അത് പ്രത്യേകം എഴുതി വെക്കുക. ശരിക്കും സ്കെയിൽ തന്നെ മാക്സിമം ക്രോസിൽ കൊടുത്ത് തന്നെ ബെൽറ്റ് പീസ് വെട്ടാൻ ശ്രദ്ധിക്കണം. ഇതാണ് ബെൽറ്റ് പീസ്. പിന്നെ നമ്മൾ 4 ഇഞ്ച് ഇവിടെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്, ഒരു 4 ഇഞ്ച് ഇവിടെ ബെൽറ്റ് പീസിന് എടുത്ത് വിടണം. ഈ സൈഡ് അത് എടുത്ത് വിടുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഇത് ഒരു നേരെ ഒരു ക്രോസ് ആയിട്ട് വെട്ടല്, ചെറിയൊരു ഓവലിൽ വേണം ഈ ബെൽറ്റിന് നമ്മൾ 4 ഇഞ്ച് കൊടുക്കുന്നത് വെട്ടാൻ. അത്രയും ഭാഗങ്ങളേ ഉള്ളൂ ബെൽറ്റിൽ ശ്രദ്ധിക്കാൻ. പിന്നെ നമ്മുടെ മെയിൻ ഡാട്ടിൻ്റെ ഭാഗങ്ങളാണ്. എപ്പോഴും മെയിൻ ഡാട്ട് വെട്ടുമ്പോൾ നമ്മൾ മെയിൻ ഡാട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഈ മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ 3/4 ഇഞ്ച് ഈ ഭാഗത്തു നിന്ന് എടുത്ത് വിടണം. ഇവിടം വരെ എടുക്കാവുള്ളൂ 3/4 ഇഞ്ച്. ഇവിടുന്ന് ഒരു ചെറിയ പോയിൻ്റിൽ തുടങ്ങി 3/4 ഇഞ്ച് ഇവിടെ എടുക്കും. അത് കഴിവത് ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു, ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു, ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് ആ ഷേപ്പ് കൃത്യമായിട്ട് തന്നെ കിട്ടും. ഇതെങ്ങനെ അപ്പം ഇത്രയും എടുത്തു വിടുന്നതിൻ്റെ ഉദ്ദേശം എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ബാക്ക് സൈഡിൽ 1.5 ഇഞ്ച് കൂടുതൽ വെട്ടി. ആ 1.5 ഇഞ്ച് കൂടുതൽ വെട്ടുമ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ഡാട്ട് പിടിച്ച് കഴിയുമ്പോൾ ഈ ഫ്രണ്ട് പീസിൽ 3/4 ഇഞ്ച് എടുത്തു,
ഇത് ഈ പീസിൻ്റെ തയ്യൽ തുമ്പ്, ബെൽറ്റിൻ്റെ തയ്യൽ തുമ്പും ഫ്രണ്ടിൻ്റെ തയ്യൽ തുമ്പും അപ്പം 1.5 ഇഞ്ചായി. ഈ 1.5 ഇഞ്ചെങ്കിൽ വെട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതാ ഈ കൈക്കുഴി വെച്ച് നമ്മൾ ഫ്രണ്ട് നോക്കുമ്പോൾ കൃത്യമായിട്ടിരിക്കണം. ഒരു കാരണവശാലും ഇതിൻ്റെ സൈഡ് വ്യത്യാസം വരല്ലേ. അതിനാണ് നമ്മൾ 1.5 ഇഞ്ച് വെച്ച് കൂടുതൽ കൊടുക്കുക. കാരണം ഈ ഒരു തുമ്പ് പിടിക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടും ബാഗും ഒരുപോലെ തന്നെ ഇരിക്കണം. ഇത് വ്യത്യാസം വന്നു പോയാൽ ബ്ലൗസിൻ്റെ എല്ലാവിധ ഷേപ്പുകളും മാറിപ്പോകും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ 3/4 ഇഞ്ച് നമ്മൾ ഈ 3/4 ഇഞ്ചോളം നമുക്ക് ഈ മെയിൻ ഡാട്ടിൽ നിന്നും സെൻട്രൽ ഡാട്ടിൽ നിന്നും വ്യത്യാസം വരുന്ന കാര്യം പ്രത്യേകം ചെയ്യണം. ഇവിടുന്ന് 3/4 ഇഞ്ച് മുതൽ 1.25 ഇഞ്ച് വരെ ഇതിന് ഷേപ്പ് വ്യത്യാസങ്ങൾ കൊടുക്കാം. 1/2 ഇഞ്ച് ഇതിൻ്റെ മേളിൽ, ഈ മെയിൻ ഡാട്ടിൻ്റെ മേളിൽ ഈ ഡാട്ട് കയറി നിൽക്കണം. ആ കാര്യവും പ്രത്യേകം ശ്രദ്ധിച്ചോണം. പിന്നെ ഈ സെൻട്രൽ ഡാട്ടിൽ നിന്നും 1.5 ഇഞ്ച് ഇല്ലെങ്കിൽ 1.25 ഇഞ്ച് കൊടുത്ത് വേണം നമ്മൾ കൈക്കുഴി ഡാട്ട് മാർക്ക് ചെയ്യാൻ. ഇങ്ങനെ കൈക്കുഴി മാർക്ക് ചെയ്യുന്ന കാര്യം പ്രത്യേകം ഓർത്തോണം. ഇവിടെ നിന്നും 1.25 ഇഞ്ച് മിനിമം വ്യത്യാസം വേണം. പിന്നെ ഫ്രണ്ട് പീസ് നമുക്ക് കൊഴിച്ച് കെട്ടുമ്പോൾ 1.25 ഇഞ്ച് ഇവിടെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ചോക്ക് മാർക്ക് കൊടുത്ത് വേണം നമ്മൾ ഇത് കുഴിച്ച് വെട്ടാൻ. ഈ കുഴിച്ച് വെട്ടുമ്പോൾ എപ്പോഴും സൈഡിൽ നിന്നും 1.25 ഇഞ്ച് തള്ളി വേണം. ഇവിടം കൊണ്ട് തീരണം. ഈ കുഴിച്ച് വെട്ടുന്ന ഇങ്ങനെ വെട്ടി ഈ വശത്തേക്ക് പോകാൻ പാടില്ല. ഇവിടം കൊണ്ടത് നിർത്തണം. അതാ ഫ്രണ്ട് കുഴിച്ച് വെട്ടുന്ന കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ തന്നെ വെട്ടി ഞാൻ കിട്ടുക. ഇപ്പോൾ ഇതുണ്ട്. അത് വെട്ടിയതിന് ശേഷം ഡാട്ട് മാർക്ക് ചെയ്താൽ മതി. ഇപ്പം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഭാഗം മാർക്ക് ചെയ്ത് കാണിച്ചത്. ഇപ്പോൾ എങ്ങനെ പോയാലും ഇത് തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും 1.25 ഇഞ്ച് വേണം, മിനിമം വേണം എന്നുള്ള കാര്യം ഓർമ്മയിലിരിക്കുക. പിന്നെ അതുകൂടാതെ ഫ്രണ്ട് നെക്കിന് ഒരു ടൈറ്റ് കിട്ടാൻ ഒരു 1/4 ഇഞ്ച് ഇവിടെ നിന്ന് എടുത്ത് വിടും. അതെല്ലാ കട്ടിങ്ങിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ 1/4 ഇഞ്ച് എടുത്ത് വിടുക. അത് ഒരു ഓവൽ ഷേപ്പിലെടുക്കണം, നേരെ എടുക്കുകയും ചെയ്യണം. അപ്പം ഫ്രണ്ട് പീസ് സംബന്ധമായിട്ടുള്ള ഒരു ഏകദേശം ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ബുക്കിൽ കുറിച്ച് വെക്കുകയും ഫ്രണ്ട് വെട്ടുമ്പോൾ അവ എത്രത്തോളമാണെന്ന് നോക്കുകയും ശ്രദ്ധിച്ചും വെട്ടാൻ ശ്രമിക്കുക. ഇനി ഇതിൽ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ പറഞ്ഞു തരാം. കഴിഞ്ഞ ദിവസം കൈവെട്ടുന്ന കാര്യം പറഞ്ഞു തന്നു. ബാക്ക് പീസിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ കാര്യം കൂടെ ഞാൻ ഓർമ്മയിൽപ്പെടുത്തുന്നു. അപ്പോൾ ഇത്രത്തോളം വരച്ച് ബുക്കിലിടുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ആ ഭാഗം കൂടെ ഞാൻ ക്ലിയർ ചെയ്തു തരാം. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.